നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. IPL ഓപ്ഷൻ അബുദാബി കഴിഞ്ഞല്ലോ. നമ്മൾ RCBയുടെ സ്ക്വാഡൊന്ന് പരിശോധിക്കുകയാണ്. വിശദമായിട്ടുള്ള അനാലിസിസൊക്കെ നാളെ ആവാം. ഇന്നിപ്പോൾ സ്ക്വാഡിൽ ആരൊക്കെ അവർ കൊണ്ടുവന്നു, എത്ര തുക ചിലവഴിച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. 25 പ്ലേയേഴ്സിൻ്റെ സ്ലോട്ടും RCB ഫില്ല് ചെയ്തിട്ടുണ്ട്. 8 ഓവർസീസ് സ്ലോട്ട് ഫില്ല് ചെയ്തു. 124.75 കോടിയാണ് അവർ സ്പെൻഡ് ചെയ്തത്. അതായത് 0.25 കോടി, 25 ലക്ഷം പേഴ്സിൽ ബാക്കിയുണ്ട്. ഇന്നിപ്പോൾ കൊണ്ടുവന്നത് വെങ്കിടേഷ് അയ്യർ. വെങ്കിടേഷ് അയ്യർക്ക് വേണ്ടി 7 കോടി രൂപയാണ് സ്പെൻഡ് ചെയ്തത്. അതുപോലെ തന്നെ കൊണ്ടുവന്ന ഒരാൾ മങ്കേഷ് യാദവാണ്. അദ്ദേഹത്തിന് വേണ്ടി 5.2 കോടി രൂപ ചിലവഴിക്കുകയുണ്ടായി. പിന്നെ ജേക്കബ് ഡഫിയെ കൊണ്ടുവന്നു. നല്ലൊരു പയ്യായിരുന്നു. 2 കോടിക്കാണ് അദ്ദേഹത്തെ എത്തിച്ചത്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് താരമായിട്ടുള്ള ജോർഡൻ കോക്സിനെ അവർ കൊണ്ടുവന്നു. വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ജോർഡൻ കോക്സിന് വേണ്ടി അവർ ചിലവഴിച്ചത് 75 ലക്ഷമാണ്. പിന്നെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ടത് സാത്വിക് ദേസ്വാളിൻ്റെ ഒരു വരവാണ്. 18കാരനായിട്ടുള്ള താരം. അദ്ദേഹത്തെ ചെറിയ തുക അവർക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. 30 ലക്ഷത്തിന് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ കൊണ്ടുവന്ന താരം കനിഷ്ക് ചൗഹാനാണ്. കനിഷ്ക് ചൗഹാന് വേണ്ടിയിട്ട് ടീം ചിലവഴിച്ചതും പറഞ്ഞ പോലെ 30 ലക്ഷമാണ്. പിന്നെ അവർ വിഹാൻ മൽഹോത്രയെ ടീമിലേക്ക് എടുത്തു. അദ്ദേഹത്തിന് 30 ലക്ഷം. പിന്നെ വിക്കി ഓട്സ്വാൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടും ചിലവഴിച്ചു 30 ലക്ഷം. ഇതാണ് ഇന്ന് അവർ സ്ക്വാഡിലേക്ക് എത്തിച്ചിട്ടുള്ള താരങ്ങൾ. അപ്പോൾ RCBയുടെ ഫുൾ സ്ക്വാഡ് നോക്കിയാണ് വിരാട് കോഹ്ലി, ജോ ഷെയ്സൽവുഡ്, ഫിൽ സാൾട്ട്, രജത് പട്ടീദാർ, അതോടൊപ്പം തന്നെ ജിതേഷ് ശർമ്മ. വമ്പൻ താരങ്ങളുടെ ഒരു നിരയാണെന്നർത്ഥം. പിന്നെ ഭുവനേശ്വർ കുമാർ, വെങ്കിടേഷ് അയ്യർ, റഷീഖ് സലാം, അതുപോലെ കൃണാൽ പാണ്ഡ്യ, മങ്കേഷ് യാദവ്, യാഷ് ദയാൽ, ടിം ഡേവിഡ്, സുയാഷ് ശർമ്മ, ജേക്കബ് ബത്തൽ, അതുപോലെ ജേക്കബ് ഡഫി, ദേവദത്ത് പടിക്കൽ, നുവാൻ തുഷാര, റൊമാരിയോ ഷെഫേർഡ്, ജോർഡൻ കോക്സ്, സ്വപ്നിൽ സിംഗ്, ദേസ്വാൾ, കനിഷ്ക് ചൗഹാൻ, അഭിനന്ദൻ സിംഗ്, വിയാൻ മൽഹോത്ര, വിക്കി ഓസ്വാൾ. ഇതാണ് RCBയുടെ സ്ക്വാഡ്. തീർച്ചയായിട്ടും മികച്ച ഒരു സ്ക്വാഡുണ്ട്. ചാമ്പ്യൻ സ്ക്വാഡിനെ അതുപോലെ നിലനിർത്തി അല്ലറ ചില്ലറ മിനുക്കുപണികൾ നടത്തി. അതാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സ്ക്വാഡ് ഒന്നുകൂടി കരുത്തുറ്റതാക്കി മാറ്റിയിട്ടുണ്ടെന്നാണ് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റുക. ബാക്കി ഇഴകീറിയുള്ള പരിശോധനയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസുള്ള നോട്ടവും ഒക്കെ നമുക്ക് നാളെ നടത്താം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.